Good morning, dear traders. Welcome back to another video of pre-market analysis. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ട്രേഡ് പ്ലാൻ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മുടെ ട്രേഡ് പ്ലാൻ എത്രത്തോളം മാർക്കറ്റിൽ വർക്കൗട്ടായി ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വർക്കൗട്ട് ആയോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഇന്നലെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂറോസിറ്റിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യൂറോസിറ്റിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വ്യൂ ബെയറിഷ് ആയിരുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബെയറിഷ് എഫിജി എന്നാണ് നമ്മൾ ഒരു സെൽസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വീക്സ് മുന്നേ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ബൈസൈ ലിക്വിഡിറ്റി മാർക്കറ്റിങ്ങിനെ എടുത്ത് റിജക്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ കാണുന്ന ഒരു ഹ്യൂജ് എഫിജി ഉണ്ട് ഇവിടെ. ഈ ഒരു എഫിജിയിലേക്കുള്ള ഒരു ജേർണി ആയിരിക്കും യൂറോസിറ്റി. അപ്പോൾ ഷോർട്ട്സ് ആയിരിക്കും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് നടന്നത്. കഴിഞ്ഞ 3 വീക്സ് ആയിട്ട് ഇപ്പോൾ യൂറോസിറ്റി ഷോർട്ട്സ് ആണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് മെജോറിറ്റി. അപ്പോൾ ഇന്നലെ നമ്മൾ ഷോർട്ട്സ് ആയിരുന്നു ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഫൈനലി മിനിഞ്ഞാന്ന് ഇത് വന്ന എഫിജിയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മിറ്റിഗേറ്റ് ചെയ്ത് നമുക്ക് അവിടെ ഒരു റിവേഴ്സൽ സൈൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലേണിംഗ് സീരീസ് കണ്ടാൽ മതി. ഇത് കൺസെപ്റ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇവിടെ ICTയുടെ ലേണിംഗ് സീരീസ് ഉണ്ട്. ലേണിംഗ് സീരീസിൽ നമ്മൾ കെൽസോണെ പറ്റിയും സ്ട്രക്ചർ ഷിഫ്റ്റിനെ പറ്റിയും സ്ട്രക്ചർ ബ്രേക്കിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് അവിടെ ഉണ്ട്, എന്താണ് അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ബുള്ളിഷാണ്. ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കൊന്ന് കുറച്ചുകൂടെ ലോവർ ഫ്രെയിമിൽ നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഈ ഒരു റെഡ് കളർ കാണുന്ന റെഡ് കളറിലെ ഫിജിയിലായിരിക്കും വന്ന് മിറ്റിഗേറ്റ് ചെയ്താൽ ഷോർട്ട്സ് കിട്ടാമെന്നാണ് പറഞ്ഞത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കിടപ്പുണ്ട്. ഇന്നലത്തെ ഇന്നലെയുള്ള ഈ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇന്നലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്ത്. അത് എക്സാക്ട്ലി അവിടെ നിന്ന് തന്നെയാണ് ആ ഷോർട്ട്സ് നമുക്ക് കിട്ടിയേക്കണത്. അത് ഷോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിവിടെ അതിനുശേഷം ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടുണ്ട്. യൂറോസിറ്റിയുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഞാൻ യൂറോസിറ്റിയിൽ ബുള്ളിഷ് ആയിരിക്കും, ബൈസ് ആയിരിക്കും ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് യൂറോസിറ്റിയിൽ. ഇനി അടുത്തതായിട്ടൊരു സെൽ ഓഫ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഏരിയാസ് ഈ കാണുന്ന ഒരു ബൈസൈ ലിക്വിഡിറ്റി ആൻഡ് ഇവിടെ ഈ ഒരു ഏരിയ, ഈ ഒരു ബൈസൈ ലിക്വിഡിറ്റി, ഈ 2 ഏരിയാസിലാണ് ഞാൻ അടുത്തായിട്ട് ഷോർട്ട് സെല്ലിങ് യൂറോസിറ്റിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം വർക്കൗട്ടാവും, ഈ ട്രെയിൽ പ്ലാൻ എത്രത്തോളം വർക്കൗട്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അടുത്ത പേരിലേക്ക് പോകാം. അടുത്ത പേര് US ഡോളറാണ്. US ഡോളർ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു വ്യൂ ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഹവർ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 4 ഹവർ ടൈം ഫ്രെയിമിൽ നമ്മൾ US ഡോളർ ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബുള്ളിഷ് എഫീജ് ഉണ്ടായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ ബൈസ് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ വന്ന് ബൈസ് കിട്ടിയായിരുന്നു, കണ്ടില്ല. ഇന്നലെ ഏകദേശം അവിടെ വന്നിട്ടാണ് ലണ്ടൻ്റെ ടൈമിൽ കുറച്ച് ബൈസ് കിട്ടി. ബട്ട് അത് അൺഫോർച്യുനേറ്റ്ലി അത് വീണ്ടും താഴത്തേക്ക് വന്നു. ഞാൻ അടുത്ത സെൽ ഓഫ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് ഈ ഒരു ഹൈ ആയിരുന്നു. ഇന്നലെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് അങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നില്ല. ഇവിടെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഈ ഒരു ഏരിയ തന്നെയാണ് റിജക്ട് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് 3-4 കഴിഞ്ഞ ആഴ്ച മുതലേ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കൊരു ഡോളറിൽ ഈ ഒരു ഏരിയയിലേക്ക് എനിക്ക് മാർക്കറ്റ് വന്നോ എന്നുള്ളത്. അത് എക്സാക്ട്ലി അക്കൗണ്ടൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഏരിയയിൽ വന്നിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് റിജക്ട് ചെയ്ത് നിൽക്കുന്നത്. അവിടെ വന്നപ്പോൾ ഒരു നല്ല ബൈയിങ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ഈ ബൈയിങ് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ കൂടുതൽ ബയേഴ്സ് ഇംബാലൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ വീണ്ടും അപ്പാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോളറിൻ്റെ ഇൻവേഴ്സ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സ് എല്ലാം ഡൗൺ ആവുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഡോളർ കഴിഞ്ഞു. ഇനി ഗോൾഡിൻ്റെ വ്യൂ എന്താണെന്ന് പറയാം. ഗോൾഡ് ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ അൾട്രാ ബുള്ളിഷാണ്. കാരണം ഒരു ഇച്ചിരി ലോങ് ടൈം പീരീഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ബുള്ളിഷാണ്. അതായത് മന്ത്സിൻ്റെ രീതിയിൽ, മാസങ്ങളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ നല്ല ബുള്ളിഷാണ്. കാരണം ഞാൻ വിചാരിച്ചത് ഈ ഒരു ഏരിയയിലായിരിക്കും ബൈങ് നടക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി മാർക്കറ്റ് അവിടെ ജസ്റ്റ് മിസ്സാണ്. അങ്ങോട്ടേക്ക് ജസ്റ്റ് എത്തിയുള്ളൂ. ബട്ട് എന്നിട്ട് മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്തു മുകളിലേക്ക്, അവിടെ വരാണ്ട്. മനസ്സിലായില്ല. അപ്പോൾ ബയേഴ്സ് ഇവിടെ നല്ല സ്ട്രോങ് ആണെന്നാണ് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ആൻഡ് ഐ എം സ്ട്രോങ്ലി ബുള്ളിഷ് ഓൺ ഗോൾഡ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചർ കിട്ടുന്നില്ല. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് ഇവിടുത്തെ ഒരു പീഡിയോമെട്രിക്സ് അറയുടെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീഡിയോമെട്രിക്സ് അറയുടെ 1 മിനിറ്റ് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കാം. 1 ഡേ ടൈം ഫ്രെയിമിൽ കാര്യമായിട്ട് ഒരു ഇത് കിട്ടുന്നില്ല, POA അവിടെ കിട്ടുന്നില്ല. 4 ഹവർ നോക്കാം. 4 ഹവർ നോക്കുമ്പോൾ 4 ഹവറിന് POA ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പീഡിയോമെട്രിക്സ് അറ ഇനി വർക്കൗട്ട് ആവും എന്നുള്ളത് എനിക്കൊരു വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ ഞാനിന്ന് പേഴ്സണലി ഗോൾഡിൽ ബുള്ളിഷാണ്. ഈ ഒരു 4 ഹവർ ബുള്ളിഷ് എഫീജി ആയിരിക്കും ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യണത്. ഇവിടുന്ന് നല്ലൊരു ബൈസ് ആയിരിക്കും ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. അത് ലോവർ ടൈം ഫ്രെയിം 5 or 5 മിനിറ്റിൽ ബൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹൈ ടാർഗറ്റ് ചെയ്യണ രീതിയിൽ ഞാൻ ബൈസ് ഗോൾഡിൽ നോക്കുന്നതായിരിക്കും.
ഇതാണ് എൻ്റെ ഇന്നത്തേക്കുള്ള ട്രേഡ് പ്ലാൻ. ഞാൻ പേഴ്സണലി ഇന്നത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ട്രേഡ് നോക്കാം. ആൻഡ് ഫൈനലി ഇന്നത്തെ ന്യൂസ് നോക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് എന്നുള്ളത് നോക്കാം. ഇന്ന് ഓഗസ്റ്റ് 1 ഇന്ന് GBPയിൽ ഒരുപാട് ന്യൂസ് ഉണ്ട്. GBP ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പേരാണ്. അപ്പോൾ ഞാൻ പിന്നെ US ഡോളർ നോക്കാം. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പറയാനുണ്ടായിരുന്നു GBP നോക്കാനായിട്ട്. GBP ഞാൻ നോക്കാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് അതിൻ്റെ പ്രൈസ് ആക്ഷനെ പറ്റി ഒന്ന് പഠിക്കണം, അതിൻ്റെ നേച്ചർ ഒന്ന് മനസ്സിലാക്കണം. അതിന് ശേഷം മാത്രമേ ഞാൻ അനാലിസിസിൽ GBP ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഞാനതിപ്പോഴും പഠിച്ചിട്ടില്ല. എനിക്ക് അനാലിസിസൊക്കെ ഒന്ന് പക്കയാക്കാനുണ്ട്. എനിക്ക് അതിൻ്റെ ഹിസ്റ്ററി നന്നായിട്ട് പഠിക്കണം. ആൻഡ് US ഡോളറിൽ പറയുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസും ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ന്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് മാത്രമാണുള്ളതെന്നുണ്ടെങ്കിൽ മിക്ക അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് കഴിയുമ്പോൾ നമുക്ക് നല്ല എൻട്രീസ് കിട്ടാറുണ്ട്. ഇത് കാണുന്ന ന്യൂയോർക്ക് ടൈമാണ്, കൺഫ്യൂഷൻ ആവേണ്ട. 8:30 AM എന്ന് പറയുന്നത് ന്യൂയോർക്ക് ടൈമാണ്. അത് ഇന്ത്യൻ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 8:30 AM ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടൈം 6 മണിയാണ്, വൈകിട്ട് 6 മണി 6 PM ആണ്. ഓക്കെ, അപ്പോൾ PMI പർച്ചേസിംഗ് മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ചെയ്യുമ്പോൾ നല്ല എൻട്രീസ് കിട്ടാറുണ്ട്. ഞാനിപ്പോൾ പേഴ്സണലി അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ആ ന്യൂസ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതായത് വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ട്രേഡുകൾ നോക്കാറ്. അപ്പോൾ ഇന്ന് 10 മണിക്ക് ന്യൂസ് ഉണ്ട്. അപ്പോൾ അത് കാരണം പറയാൻ പറ്റില്ല. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യണത് ഇന്നത്തെ ലണ്ടൻ സെഷനിലായിരിക്കും. ലണ്ടനിൽ മാക്സിമം ട്രേഡുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പിന്നെ നാളെയും കൂടെ ഉണ്ട്. നാളെയാണ് നമ്മുടെ മെയിൻ NFPയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പറയാം, നാളെ ഡീറ്റെയിൽ ആക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്കുള്ള ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. റിസ്ക്കും കാര്യങ്ങളൊക്കെ മാക്സിമം പൊസിഷൻ സൈസിങ്, റിസ്ക് മാനേജ്മെൻറ്റ് എല്ലാം പക്കയായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ട്രേഡുകൾ ഫോളോ ചെയ്യുക. ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനൽ, കൺസെപ്റ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ലേണിംഗ് സീരീസിൻ്റെ ഇതുണ്ട്. ലേണിംഗ് സീരീസ് നമ്മൾ ഇപ്പോൾ ഇന്നലെ ഒരു പുതിയ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സെക്ഷനാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അത് അറിയാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡിംഗ് അലേർട്സ് കാര്യങ്ങളൊക്കെ ഇടും. നമ്മൾ ഇപ്പോൾ സിൽവറിലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ GBP USDയിലും ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ ബൈസ് നോക്കിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ, കാരണം ഷിപ്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ പോയിട്ട് ഫോറക്സ് ട്രേഡിംഗ് എഡ്യൂ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ സെർച്ച് ബാറിൽ ഫോറക്സ് ട്രേഡിംഗ് എഡ്യൂ എന്ന്. അപ്പോൾ നമ്മുടെ കാരണം ഷിപ്സിൻ്റെ ഈ ടെലിഗ്രാം ചാനൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നാളെ നമ്മൾ ഫ്രൈഡേ ആണ്. ഈ വീക്കിലെ അവസാനത്തെ ദിവസമാണ്, ട്രേഡിംഗ് ദിവസമാണ് നാളെ. അപ്പോൾ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡ് പ്ലാൻ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കറൻസി ടിപ്സ് നാളെ രാവിലെ തന്നെ എത്തുന്നതായിരിക്കും. സോ അതുവരെ സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി ടിപ്സ്.